നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ശ്രീമദ്ഭാഗവതേ ഏകാദശസ്കന്ധേ അഥ ദ്വാദശോऽധ്യായः. ശ്രീഭഗവാനുവാച ന രോദയതി മാം യോഗോ ന സാംഖ്യം ധർമ്മ ഏവ ച ന സ്വാധ്യായ തപസ്ത്യാഗോ നേഷ്ടാപൂർത്തം ന ദക്ഷിണ വ്രതാനി യജ്ഞചന്ദാംസി തീർത്ഥാനി നിയമായമ യഥാ വരുന്ദേ സത്സംഗ സർവസംഗാപഹോ ഹി മാം സത്സംഗേന ഹി ദൈതേയ യാതുധാനാ മൃഗാ ഗഗാ ഗന്ധർവപ്സരസോ നാഗാ സിദ്ധാശ്ചാരണഗുഹ്യകാ വിദ്യാധരാ മനുഷ്യേഷു വൈശ്യാശൂദ്രാസ്ത്രിയോന്ധ്യജാ രജസ്തമപ്രകൃതയസ്തസ്മിൻ യുഗേ നഘ ഭഗവോ മൽപദം പ്രാപ്തസ്ത്വാഷ്ട്രാകായാധ വാദയ വൃഷപർവാ ബലിർബാണോ മയശ്ചാദ വിഭീഷണ സുഗ്രീവോ ഹനുമാൻ വൃക്ഷോ ഗജോ ഗൃദ്രോ വണിക്പദ വ്യാധ കുബ്ജ വ്രജേ ഗോപ്യോ യജ്ഞപത്ന്യസ്തദാ പരേ തേ നാദീതശ്രുതിഗണ നോപാസിതമഹത്തമ അവ്രത തപ്തതപസ സത്സംഗാൻമുപാഗതാ കേവലേന ഹി ഭാവേന ഗോപ്യോ ഗാവോ നഗാ മൃഗാ യേന്യേ മൂഢധിയോ നാഗാ സിദ്ധാ മാമീയുരഞ്ജസാ യം ന യോഗേന സാംഖ്യേന ദാനവ്രതതപോദ്വരൈ വ്യാഖ്യായ സ്വാധ്യായ സന്യാസൈ പ്രാപ്നുയാത് യത്നവാനഭി രാമേണ സാർദ്ധം മധുരാം പ്രണീതേ ശൊഫൽക്കിനാമയ്യനുരക്തചിത്ത വിഘാഢഭാവേന നമേ വിയോഗത്തീവ്രാധയോന്യം ദദൃശു സുഖായ താസ്താക്ഷേപാ പ്രേഷ്ടതമേന നീതാ മയൈവ വൃന്ദാവനഗോചരേണ ക്ഷണാർദ്ധവത്ത പുനരംഗതാസാം ഹീനാ മയാ കൽപ്പസമാബഭൂവു താനാവിദന്മയ്യനുഷംഗബദ്ധധിയ സ്വമാത്മാനമതസ്തദേധം യഥാ സമാദൗ മുനയോബ്ദിതോ യേ നദ്യപ്രവിഷ്ട ഇവ നാമരൂപേ മത്കാമാരമണം ജാരമസ്വരൂപവിദോ ബല ബ്രഹ്മ മാം പരമം പ്രാപു സംഘാശതസഹസ്രശ തസ്മാത്തുമുദ്ധവോത്സൃജ്യ ചോദനാം പ്രതിചോദനാം പ്രവൃത്തം ച നിവൃത്തം ച ശ്രോതവ്യം ശ്രുതമേവ ച മാമേഘമേവ ശരണമാത്മാനം സർവദേഹിനം യാഹി സർവാത്മഭാവേന മയാസ്യാഹുതോ ഭയാം. ഉദ്ധവ ഉവാച സംശയാ ശൃണ്വതോ വാചം തവ യോഗേശ്വരേശ്വര ന നിവർത്തത ആത്മസ്ഥോ യേന ഭ്രാമ്യതി മേ മന. ശ്രീഭഗവാനുവാച സ ഏഷ ജീവോ വിവരപ്രസൂതി പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട മനോമയം സൂക്ഷ്മമുപേത്യ രൂപം മാത്രസ്വരോ വർണ്ണ ഇതി സ്തവിഷ്ട യഥാ നലാഘേ നിലബന്ധുരുഷ്മാ ബലേന ദാരുണ്യധി മധ്യമാന അണുപ്രജാതോ ഹവിഷാ സമിദ്യത്തെ തഥൈവ മേ വ്യക്തിരിയം ഹി വാണി ഏവം ഗതി കർമ്മഗതിർവിസർഗോ ഘ്രാണോ രസോ ദൃക്സ്പർശ ശ്രുതിശ്ച സങ്കൽപ്പവിജ്ഞാനമദാഭിമാന സൂത്രം രജസത്വതമോ വികാര അയം ഹി ജീവസ്ത്രിവൃദ്ധബ്ജയോനി രവ്യക്ത ഏകോ വയസാ സ ആദ്യ വിശ്ലിഷ്ടശക്തിർബഹുദേവ ബാധി ബീജാനി യോനിം പ്രതിപദ്യ യദ്വത് യസ്മിന്നിദം പ്രോദ്ധമശേഷമോതം പടോ യഥാ തന്തുവിധാന സംസ്ഥ യ ഏഷ സംസാരതരുപുരാണ കർമാത്മകാ പുഷ്പബലേ പ്രസൂദേ ദ്വേ അസ്യ ബീജേ ശതമൂലസ്ത്രിനാള പഞ്ചസ്കന്ധ പഞ്ചരസപ്രസൂതി ദശൈകശാഖോതി സുഭർണനീഡ സ്ത്രീവൽക്കലോദിവലോർക്കം പ്രവിഷ്ട അദന്തി ചൈകം ഫലമസ്യ ഗൃദ്ര ഗ്രാമേ ചര ഏകമരണ്യവാസ
ഹംസായ ഏകം ബഹുരൂപമിജ്ജൈർമായാമയം വേദ സ വേദം ഏവം ഗുരുപാസന ഏകഭക്ത്യാ വിദ്യാകുഠാരേണ ശിതേന ധീര വിവൃച്യ ജീവാശയമപ്രമത്ത സംഭദ്യ ചാത്മാനമധസ്ത്യജാസ്ത്രം. ശ്രീഹരയേ നമ. ഇതിൽ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ഏകാദശസ്കന്ധേ ദ്വാദശോऽധ്യായः. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഏകാദശ സ്കന്ധം 12-ാമത്തെ അധ്യായം. സത്സംഗത്തിന്റെ മഹിമയും കർമാനുഷ്ഠാനത്തിന്റെ വ്യവസ്ഥയും കർമ്മത്യാഗവും ഒക്കെയാണ് ഈ 12-ാമത്തെ അധ്യായത്തില് വർണ്ണിക്കുന്നത്. ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭൃത്യനും സുഹൃത്തും സഹാവുമായിട്ടുള്ള ഉദ്ധവരോട് പറഞ്ഞു, ഹേ ഉദ്ധവ, യോഗാസനങ്ങളും പ്രാണായാമാദികളോ തത്വചിന്തയോ അഹിംസാദി ധർമ്മങ്ങളോ തപസ്സോ സന്യാസമോ യാഗങ്ങളോ ദിവ്യമന്ത്രങ്ങളോ തീർത്ഥങ്ങളോ യമനിയമങ്ങളോ ഒന്നും തന്നെ സത്സംഗം പോലെ എന്നെ വശീകരിക്കുകയില്ല. അസുരന്മാരും രാക്ഷസന്മാരും മൃഗങ്ങളും പക്ഷികളും സിദ്ധചാരണ ഗുഹ്യവിദ്യാധര ഗന്ധർവന്മാരും നാഗന്മാരും ദേവസ്ത്രീകളും കൂടാതെ മനുഷ്യരില് ശൂദ്രര്, സ്ത്രീകള്, ചണ്ടാളന്മാര്, രജോ ഗുണപ്രധാനികളും തമോ ഗുണപ്രധാനികളുമായിട്ടുള്ള മനുഷ്യര് എന്നിങ്ങനെയുള്ളവര് സത്സംഗം കൊണ്ട് തന്നെ എന്റെ പദം പ്രാപിച്ചിരിക്കുന്നു. അതുപോലെ വൃത്രൻ, പ്രഹ്ലാദൻ, വൃഷപർവാവ്, മഹാബലി, ബാണൻ, മയൻ, വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ, ജാംബവാൻ, ഗജേന്ദ്രൻ, ജഡായു, തുലാധരൻ, ധർമ്മവ്യാധൻ, ഉബ്ജ, ഗോകുലവാസികളായിട്ടുള്ള ഗോപികമാര്, യജ്ഞപത്നിമാര്, ഇവരെല്ലാവരും സത്സംഗം കൊണ്ട് തന്നെ എന്നെ പ്രാപിച്ചു. അവര് വേദാധ്യായനം ചെയ്തിട്ടുള്ളവരോ അതിനുവേണ്ടി ഗുരുവിനെ സേവിച്ചിട്ടുള്ളവരോ ഒന്നുമല്ല. അവര് കഠിനവ്രതങ്ങളോ തപസ്സോ ഒന്നും അനുഷ്ഠിക്കാത്തവരാണ്. എങ്കിലും സത്സംഗം കൊണ്ട് മാത്രം അവര് എന്നെ പ്രാപിച്ചു. വൃന്ദാവനത്തിലെ ആ ഗോപികമാരുടെ ഭക്തി എത്രയോ ശ്രേഷ്ഠമാണ്. അവര് ഞാൻ തന്നെ അവരുടെ സർവസ്വം എന്നുള്ള വിചാരത്താല് എന്നെ തന്നെ പ്രാപിച്ചു. വൃന്ദാവനത്തിലെ മറ്റു പശുക്കളും മൃഗങ്ങളും കാളിയൻ തുടങ്ങിയിട്ടുള്ള നാഗങ്ങളും മറ്റനേകം ജീവികളും എല്ലാം സത്സംഗം കൊണ്ടുണ്ടായ ഭക്തി കൊണ്ട് അനായാസേന എന്നെ പ്രാപിച്ചു. യോഗം കൊണ്ടോ സാഖ്യം കൊണ്ടോ പുണ്യവ്രത അനുഷ്ഠാനം കൊണ്ടോ സൽപാത്രങ്ങളിലേക്കുള്ള ദാനധർമ്മങ്ങൾ കൊണ്ടോ കഠിന തപസ്സുകൊണ്ടോ വേദശാസ്ത്ര അധ്യയനം കൊണ്ടോ മഹായാഗം ചെയ്തതുകൊണ്ടോ സന്യാസം കൊണ്ടോ എത്തിച്ചേരാൻ കഴിയാത്ത ദുർലഭനായ എന്നെ ഗോപികമാരും മറ്റും സത്സംഗം ചെയ്ത് ഇത്ര എളുപ്പം പ്രാപിച്ചു. അക്രൂരൻ എന്നെയും ജ്യേഷ്ഠനായ ബലരാമനെയും കൂട്ടി മധുരയ്ക്ക് പോയപ്പോൾ ദുഃഖിതരായിട്ടുള്ള ആ ഗോപികമാര് അവര് ലോകത്തിലെ സുഖത്തിനായിട്ട് എന്നെ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. എന്നോട് കൂടിയിട്ടുള്ള രാത്രികള് അവര് അരക്ഷണം പോലെ കഴിച്ചുകൂട്ടി. എന്നാൽ അവരെന്നെ പിരിഞ്ഞപ്പോൾ ഞാനില്ലാത്ത രാത്രികള് അവർക്ക് കൽപ്പങ്ങൾ പോലെ ദീർഘമുള്ളതായിട്ട് തീർന്നു. എന്നിൽ അനുരാഗം വളർന്ന ഗോപികമാര് മമതാസ്പദമായ ഭർത്തൃപുത്രാദികളെയോ അഹങ്കാരാസ്പദമായ ദേഹത്തെയോ
ഈ പ്രപഞ്ചത്തെയോ ഒന്നും തന്നെ അറിഞ്ഞില്ല. മുനീശ്വരന്മാരെ സമാധിയില് നാമരൂപങ്ങൾ എന്ന പോലെ അവരെ യാതൊന്നും അറിഞ്ഞില്ല. സമുദ്രത്തില് ഒഴുകിയെത്തുന്ന നദികള് സമുദ്രത്തിൽ അലിഞ്ഞു ചേരും പോലെ അവര് എന്നില് അലിഞ്ഞു ചേർന്നു. ആ ഗോപികമാര് വാസ്തവത്തില് എന്നെ കാമിക്കുന്നവരും എന്റെ സ്വരൂപം അറിഞ്ഞവരുമാണെങ്കിലും ജാരഭാവത്തില് പരബ്രഹ്മ സ്വരൂപനായ എന്നെ തന്നെ സജ്ജന സംഘം മൂലം പലതവണ പ്രാപിച്ചു. അതുകൊണ്ട് അല്ലയോ ഉദ്ധവ, നീ ശ്രുതിസ്മൃതികളെയും പ്രവൃത്തി നിവൃത്തികളെയും കേട്ടതും കേൾക്കാനുള്ളതും എല്ലാം ഉപേക്ഷിച്ച് എന്നെ തന്നെ സർവാത്മന ശരണം പ്രാപിക്കുക. അതുമൂലം നീ എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തനായിട്ട് തീരും. ഭഗവാന്റെ ഈ ഉപദേശം കേട്ടപ്പോൾ ഉദ്ധവര് ചോദിച്ചു, ഭഗവാനെ, അവിടുന്ന് തന്നെ മുൻപ് പറഞ്ഞു ശ്രുതിസ്മൃതികളെ അനുസരിച്ച് നടക്കണം എന്ന്. ശാസ്ത്രവാക്യങ്ങളെ അറിയേണ്ട, ക്ലേശിക്കേണ്ട, എല്ലാം ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിച്ചുകൊള്ളൂ എന്ന് ഇപ്പോൾ പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സില് സംശയം തീരുന്നില്ല. ഇത് പരസ്പര വിരുദ്ധം പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ഏതാണ് ഇപ്പോഴ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത്? അതിങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത ഭ്രമം തോന്നുന്നു. ഉദ്ധവര് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞപ്പം ഭഗവാൻ ഉദ്ധവരുടെ സംശയം തീർക്കാനായിട്ട് ഉദ്ധവരോട് പറഞ്ഞു, ഈശ്വരൻ തൻ്റെ മായാശക്തിയാല് പ്രപഞ്ച സ്വരൂപനായിട്ട് വിളങ്ങുന്നു. അജ്ഞാന നിമിത്തം ജീവന്മാർക്ക് ഈ തത്വം അറിയാതിരുന്നതിനാല് കർത്താവ് ഭോക്താവ് എന്നുള്ള അഹങ്കാരമൊക്കെ ഉണ്ടായി. അപ്പോൾ വിധി നിഷേധങ്ങളെ കൽപ്പിക്കേണ്ടതായിട്ട് വന്നു. അഹങ്കാരികളായിട്ടുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേദത്തെ കൽപ്പിച്ചത്. അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കർമ്മങ്ങളെ ഒക്കെ അനുഷ്ഠിച്ച് ശുദ്ധമായി തീർന്ന അന്ധകരണത്തിൽ നിന്ന് പതിയെ ആ കർമ്മവാസനകളെയൊക്കെ ഇല്ലാതാക്കി എന്നെ ഏകാന്ത ഭാവത്തില് ഭജിക്കുക, അതിനു വേണ്ടിയിട്ട് ഭക്തിയോഗത്തെ ഉപദേശിച്ചു. അങ്ങനെ എന്നില് ഭക്തി ഉറച്ചു കഴിഞ്ഞാല്, സാധിക്കേണ്ടത് സാധിച്ചു കഴിഞ്ഞാല്, കിട്ടേണ്ടത് കിട്ടിയാല് പിന്നെ യാതൊന്നും വേണ്ട. ജീവൻ പ്രാണനോടുകൂടി ഹൃദയത്തിൽ ചെന്ന് മനോമയവും സൂക്ഷ്മവുമായ രൂപം പൂണ്ട് മാത്ര, സ്വരം, വർണ്ണം എന്നിങ്ങനെ ശക്തമായി തീർന്നു. ആകാശത്തില് അവ്യക്ത രൂപനായി കാണുന്ന അഗ്നി തടി കടയുമ്പോൾ വായുവിന്റെ സഹായത്തോടുകൂടി തടിയുടെ ഉള്ളില് ചെറുതായി സ്ഫുലിംഗ രൂപത്തില് കാണപ്പെട്ടു. പിന്നീട് സ്ഫുലിംഗത്തില് നെയ്യും ഹവിസും ഹോമിക്കുമ്പോൾ അഗ്നി വർദ്ധിക്കുന്നു. അതുപോലെ അവ്യക്തമായ എന്റെ വാക്കും വ്യക്തമായി തീരുന്നു. വാക് പ്രപഞ്ചം, പാണി, പാദം, വായു, ഉപസ്ഥം എന്നിവയുടെ വ്യാപാരങ്ങളും ജ്ഞാനേന്ദ്രിയ വൃത്തികളും അന്ധകരണ വൃത്തികളും പരമാത്മാവിന്റെ വൃത്തികളും സത്വരജസ് തമസ്സുകളുടെ വൃത്തികളും എല്ലാം എന്റെ തന്നെ അഭിവ്യക്തി അത്രേ. ജഗദീശ്വരൻ ആദിയില് ഏകനും ആയിരുന്നു. അദ്ദേഹം ത്രിഗുണങ്ങൾക്ക് ആശ്രയഭൂതനും ലോകപത്മത്തിന് കാരണഭൂതനുമാകുന്ന ആദികാരണനായ ഭഗവാൻ കാലശക്തിയാല് യോഗമായ സ്വീകരിച്ച് ബീജങ്ങളായി പലരിലും പ്രവേശിച്ച് പലതായി തീരുന്നത് പോലെ ബഹുരൂപനായിട്ട് പ്രകാശിക്കുന്നു. നൂലുകളുടെ വിസ്താരത്തിലെ രൂപം പൂണ്ട വസ്ത്രം പോലെ ഈ പ്രപഞ്ചം സർവേശ്വരനിൽ തന്നെ
ഓതപ്രോതമാകുന്നു. അനാദിയും പ്രവൃത്തി സ്വഭാവവുമായ ഈ സംസാര വൃക്ഷം ഭോഗമോക്ഷങ്ങളാകുന്ന പുഷ്പഫലങ്ങളെ ജനിപ്പിക്കുന്നു. സംസാര വൃക്ഷത്തിന് 2 വിത്തുകളുണ്ട്. ഒന്ന് പുണ്യവും മറ്റേത് പാപവും. വൃക്ഷത്തിന്റെ വേരുകള് വാസനകളാകുന്നു. സത്വരജസ് തമസ്സുകള് അതിന്റെ 3 അവാന്തര ശാഖകളാണ്. പഞ്ചഭൂതങ്ങളാകുന്ന 5 വലിയ സ്കന്ധങ്ങളും ശബ്ദാദികളാകുന്ന 5 തരം രസങ്ങളും കൂടാതെ 10 ഇന്ദ്രിയങ്ങളും 1 അന്ധകരണവും ചേർന്ന് 11 ഉപശാഖകളും വാതപിത്ത കഫങ്ങളാകുന്ന 3 തൊലികളും 2 പക്ഷികളുടെ വാസസ്ഥലവും സൂര്യലോകം വരെ വ്യാപിച്ച് കിടക്കുന്നു. വൃക്ഷത്തിന്റെ ദുഃഖഫലത്തെ ഗൃഹസ്ഥന്മാരാകുന്ന 1 തരം പക്ഷികളും സുഖഫലത്തെ വിവേകികളും സംഘവിമുക്തന്മാരായ പക്ഷികളും അനുഭവിക്കുന്നു. ഗുരുക്കന്മാര് വഴി വേദശാസ്ത്രം അറിയുന്നവര് പുണ്യവാനാകുന്നു. ഗുരുവിനെ പരമഭക്തിയോടെ സേവിക്കുന്നവന് നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാവും. അറിവാകുന്ന വാളിന്റെ മൂർച്ചയുള്ള ഭാഗം തന്നെയാണ് ഭക്തി. ഈ വാൾമുന കൊണ്ട് ജീവന്റെ ഉപാധിയായിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തെ മുറിച്ചു കളയണം. ഉപാധി നശിച്ചാല് പരിച്ഛിന്നത്വം തീർന്ന് സർവവ്യാപകത്വം സിദ്ധിക്കും. അത് തന്നെയാണ് പരമാത്മസ്വരൂപം. പരമാത്മസ്വരൂപനായി ഭവിച്ചവന് മറ്റ് സാധനങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാത്തിനെയും വിട്ടുകളയുക. ശത്രുജയം സമ്പാദിച്ച് സാമ്രാജ്യത്തിൽ സുഖിച്ചിരിക്കുന്ന ഒരു ധീരനായ രാജാവ് അസ്ത്രങ്ങളെ ഉപേക്ഷിക്കുന്നത് പോലെ അറിയേണ്ടതായിട്ടുള്ള ആ പരമാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാല്, ആ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാല് മറ്റ് കർമാദികളുടെ ആവശ്യമില്ല എന്ന് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.